ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില ആളുകൾ അങ്ങനെയാണ്. അവനവന്റെ കണ്ണിൽ കിടക്കുന്ന കോൽ അവിടെ കിടന്നിട്ട് ആരാന്റെ കണ്ണിലെ കരടും തേടി പിടിച്ചു പോകും. സ്വന്തം ജീവിതം തന്നെ അരാജകത്വത്തിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ചിരിക്കെ അപരനെ സംബന്ധിക്കുന്ന വാർത്തകൾക്ക് അവർ മുൻതൂക്കം നൽകും. എന്തിനാണെന്നറിയാമോ? അതിന് ഒരുപാടുണ്ട് ലക്ഷ്യങ്ങൾ. ഒന്ന്, എങ്ങനെയും വൈറലാകണം. രണ്ട്, തൻ്റെ ജീവിതത്തിലെ അരാജകത്വം നിറഞ്ഞ വസ്തുതകൾ ആരും വിമർശിക്കാൻ തയ്യാറായി മുന്നോട്ട് വരരുത്. ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, 916 ആണ് ഞാൻ എന്ന് മറ്റുള്ളവരോട് കാണിക്കുക വഴി ശരിക്കു പറഞ്ഞാൽ അവർ മലർന്ന് കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ അവനവനെ തന്നെ പറയേണ്ടത് അത് തന്നെയാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. 20 കാളകൾ നടന്നു പോകുന്നു. ഒന്നാമത്തെ കാളയുടെ പിൻഭാഗം നോക്കി രണ്ടാമത്തെ കാള കളിയാക്കി ചിരിക്കുന്നു. ആ രണ്ടാമത്തെ കാളയുടെ പിൻഭാഗം നോക്കി മൂന്നാമത്തെ കാളയും. അങ്ങനെ 20ാമത്തെ കാളയിൽ എത്തുമ്പോൾ ആ 20ാമത്തെ കാള ചിന്തിക്കുവാണ്, സമാധാനം. എന്നെ നോക്കി കളിയാക്കാൻ, എൻ്റെ പിൻഭാഗം കണ്ട് കളിയാക്കി ചിരിക്കാൻ ഇനി ഒരു കാള പിന്നിലില്ലല്ലോ. പക്ഷെ ലോകം മുഴുവനും കാണുന്നത് 20ാമത്തെ കാളയുടെ പിൻഭാഗം മാത്രമാണ്. ഇങ്ങനെയുണ്ട് ചില ആളുകൾ. മറ്റുള്ളവരുടെ ന്യൂനതകൾ ചികഞ്ഞെടുത്ത് അവരെ വിമർശിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ മുഴുവൻ ന്യൂനതകളും മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. നമ്മുടെ മതവിശ്വാസം, നമ്മുടെ ആഘോഷം, നമ്മുടെ ആചാരം, നമ്മുടെ പ്രമാണങ്ങൾ, നമ്മുടെ മതഗ്രന്ഥങ്ങൾ, നമ്മുടെ ദൈവിക ബോധനങ്ങൾ, വെളിപാടുകൾ, മത ദാർശനികർ, ഇതെല്ലാം നമുക്കെന്തോ വലിയ സംഭവങ്ങളാണ്. പക്ഷേ അപരൻ്റേതിനെ എടുത്തു പറഞ്ഞ് നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ന്യൂനതകൾ, നമ്മുടെ വിശ്വാസത്തിനകത്തെ, നമ്മുടെ മതത്തിനകത്തെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ആരും മനസ്സിലാക്കാതിരിക്കാൻ. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബുറാഖ് മിത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള മാനവിക വിരുദ്ധതകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധ പുസ്തകമാണ് എന്ന് പൊക്കിപ്പിടിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞമ്മന്റെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ മതത്തെ വല്ലാണ്ടാരും വിമർശിക്കില്ല. അങ്ങനെ വിമർശിച്ചാൽ അവർ ഇല്ലാണ്ടായി പോകും എന്നുള്ള അപകടകരമായിട്ടൊരു ആശയം നമ്മൾ ഇതിനു മുമ്പേ തന്നെ നമ്മുടെ മതത്തിന്റെ ഉമ്മാക്കി കാണിച്ചിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞു വരുന്നത് കുംഭമേളയെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ വേശ്യാലയം നടത്തുന്ന ഒരു പടച്ചോൻ, അങ്ങനെ നിരനിരയായി ഓപ്പണായി ഓരോരുത്തർക്കും പെണ്ണുങ്ങളെ നിരത്തി നിർത്തി കൊടുക്കുന്ന ഒരു പടച്ചവനെ സംബന്ധിച്ചിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ EP അബൂബക്കർ കാസ്മിയെ പോലെയുള്ളവരുടെ പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഓരോരോ മദ്യത്തിന്റെ പേരുകളും എടുത്തു പറഞ്ഞ് സ്വർഗത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചാൽ എന്താണ് കോണ്ടസ, ഡോക്ടർ വാഷ്, എന്തൊക്കെ ഡോക്ടർ വാഷ് ഒരു സോപ്പാണല്ലേ. ഇങ്ങനെ ഓരോ മദ്യത്തിൻ്റെയും പേരുകൾ എടുത്തു പറഞ്ഞ് വേശ്യാലയം നടത്തുന്ന പടച്ചവനെ കുറിച്ചിട്ട് ഇവര് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോ ബിവറേജ് നടത്തുന്ന പടച്ചോനെ അന്വേഷിച്ചിട്ടല്ല കുംഭമേളയിൽ ആളുകൾ എത്തിയിട്ടുള്ളത്. സ്വർഗത്തിൽ വേശ്യാലയം നടത്തുന്ന പടച്ചവനെ കുറിച്ചും അവിടെ നൽകുന്ന മദ്യത്തെക്കുറിച്ചും ഹൂറികളെ കുറിച്ചിട്ടും വിശ്വസിച്ചിട്ടല്ല. അപ്പം ഇസ്ലാമിനെ എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്, ഇസ്ലാമിനെ മാത്രം നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മുടെ മതത്തെ ആരെങ്കിലും തൊട്ടാൽ നമുക്ക് പൊള്ളും. അതുപോലെയാണ് മറ്റുള്ളവർക്കും. ഇപ്പോ ഹിന്ദുമതം വിശ്വസിക്കാനും ഹൈന്ദവ ധർമ്മം, സനാതന ധർമ്മം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നേ. അതെന്താ അവർക്ക് മാത്രം സ്വാതന്ത്ര്യമില്ലാത്തത്? ഇനി 40 കോടി ജനങ്ങൾ വരുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ആ 40 കോടി ജനങ്ങൾക്കും സമഗ്രമായ രൂപത്തിൽ വിശാലമായ നരകം സൃഷ്ടിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചാൽ തീർന്നില്ലേ കാര്യം? ഇത് കേരളമാണ്. ഇത് കേരളമാണ്. കൊടുത്താൽ, ഊക്ക് കൊടുത്താൽ തിരിച്ചതിൻ്റെ അപ്പുറമായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യയിലെ
മൊത്തം മുസ്ലിം ജനസംഖ്യയുടെ 2 ഇരട്ടി ആളുകൾ അവിടെ വരുന്നെന്നോ. അയ്യോ, എങ്ങനെയാ ഇവർക്കത് സഹിക്കാൻ പറ്റുക? ഇതിലെ ഒരുപാട് അന്ധവിശ്വാസികളുണ്ട്. ശരി, എല്ലാ മതങ്ങളും അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് മറ്റുള്ള മതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുക? തുണി ഉടുക്കാത്ത സന്യാസിമാര് വെള്ളത്തിനകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ പാപം പൊറുക്കുമെന്ന് എല്ലാ മതങ്ങളിലും ഇല്ലേ ഇതുപോലത്തെ അന്ധവിശ്വാസം? ഇതിനകത്ത് നാസക്കാരനുമുണ്ട്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കാരനുമുണ്ട്, IIT-കാരനുമുണ്ട്, എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ എല്ലാ മതത്തിൻ്റെയും അന്ധവിശ്വാസം പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മതത്തെ മാത്രം ചാഞ്ഞ കൊമ്പാകുമ്പോൾ ചാടിക്കീറാൻ എളുപ്പമുണ്ടല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ മതത്തിലെയും അന്ധവിശ്വാസങ്ങളെ ഒരുപോലെ തന്നെ കാണാൻ കഴിയണം. നമ്മുടെ അന്ധവിശ്വാസം കുറച്ച് 916 ആണ്, മറ്റുള്ളവരുടെ അന്ധവിശ്വാസം അത്ര ചെമ്പാണ് എന്ന് പറഞ്ഞാലേ അവർക്കും തിരിച്ചു മറുപടി ഉണ്ടാകും. ഇപ്പോൾ കുംഭമേളയിൽ അനാവശ്യമായ തിക്കും തിരക്കും ഉണ്ടാക്കി 30ഓളം ആളുകളുടെ ജീവൻ എടുത്തതിന് പിന്നിൽ പ്രവർത്തിച്ച 1000ഓളം ആളുകൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുന്നു. അവരിൽ 40ഓളം മലയാളികളുണ്ട് എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നറിയില്ല. എന്തായിരുന്നാലും അവരിനെയും ഏത് കോണിൽ ഒളിച്ചാലും ശരി, അവരെ കണ്ടുപിടിക്കത്തക്ക രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉത്തരവുകളും ഇന്റലിജൻസ് വിഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ യോഗി ആദിത്യനാഥ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തുള്ളതുപോലെ ഈ രാജ്യത്തെ വിരുദ്ധ ശക്തികൾ ലോകത്തിന്റെ ഒരു കോണിലും ഉണ്ടാകില്ല. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ വെള്ളമായിരിക്കും ഭാരതം എന്ന കപ്പലിനെ മുക്കാൻ പോകുന്നത്. പുറത്തുള്ള ഏത് രൂപത്തിലുള്ള അപകടങ്ങളെയും തരണം ചെയ്യാൻ നമ്മുടെ സൈനികർക്ക് സാധിക്കും. അകത്തുള്ള സ്വന്തം പ്രജകൾക്കെതിരെ എങ്ങനെയാണ് നിറയൊഴിക്കാൻ കഴിയുന്നത്? ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം, ആ അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ത്വരിത വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കൃത്യമായും പ്രധാനമായും രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലൊന്ന്, ഈ അപകടം മനുഷ്യനിർമ്മിതമായിരുന്നു എന്നാണ്. ബോധപൂർവം കുംഭമേളയിൽ അപകടമുണ്ടാക്കി കുംഭമേളയുടെ സൽപ്പേരിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടായോ എന്നാണ് പ്രാഥമികമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതിനുമപ്പുറം കുംഭമേളയിൽ ഉണ്ടായ ഈ അപകടത്തിന് ശേഷം വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ കുംഭമേളയ്ക്കെതിരെ ഉണ്ടായി. കുംഭമേള എന്നത് പ്രാകൃതമായ ഒരു ഉത്സവമാണ് എന്നും ഈ ഒരു കുംഭമേളയ്ക്ക് ഇത്രയധികം ആളുകൾ വരുന്നത് പരിഗണിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഈ സംവിധാനങ്ങളെല്ലാം പൊള്ളയാണ് എന്ന തരത്തിലുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഭക്തർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്തർ തറയിൽ കിടന്നുറങ്ങുകയായിരുന്നു, തിരക്ക് നിയന്ത്രിക്കാൻ ആളുകളില്ലായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ പല രീതിയിലും നടക്കുന്നുണ്ട്. ഈ പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തോട് അന്വേഷിക്കാനായി ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം, അട്ടിമറിയുണ്ടോ എന്നുള്ളതാണ്. അതായത് കുംഭമേളയ്ക്കിടയിലേക്ക് ഭക്തരല്ലാതെ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറി അവിടെ അപകടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇതിന് പ്രാഥമികമായി അന്വേഷണ സംഘത്തിന് ചില മൊഴികൾ ലഭിച്ചിരുന്നു എന്ന കാര്യം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ചെങ്കൊടിയുമായി എത്തിയ 10 സംഘം അവിടെ പൊടുന്നനെ എത്തി ആളുകളെ തള്ളിയിടുകയായിരുന്നു എന്ന് ചില മൊഴികൾ ലഭിച്ചിരുന്നു. അതിനുമപ്പുറം ആ മൊഴികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അട്ടിമറി അന്വേഷണം നടക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഇതിൽ കൃത്യമായി എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയും അതിനുശേഷം നടന്നിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ ഇതെല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നുള്ള ഗൂഢാലോചനയാണോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതായത് ഇതിന് ഒരു അടിസ്ഥാനമുണ്ട്. പോലീസ് ഇങ്ങനെ ഒരു സംശയത്തിലേക്ക് പോകാൻ ഒരു അടിസ്ഥാനമുണ്ട്. 16,000-ലധികം ഫോൺ നമ്പറുകളിൽ നിന്നും ശേഖരിച്ച ഡേറ്റകളാണ് പോലീസ് പ്രാഥമികമായി പരിശോധിച്ചത്. ഈ ഡേറ്റകളിൽ അതായത് 29-ന് അപകടം ഉണ്ടാകുന്നു, അതിനെ തുടർന്നുണ്ടാകുന്ന അടുത്ത 1-2 ദിവസങ്ങൾക്കപ്പുറം ഇപ്പോൾ ഇതിൽ തന്നെ പല നമ്പറുകളും പ്രവർത്തനരഹിതമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള പ്രചരണത്തിനായി പലവിധ നമ്പറുകൾ ഉപയോഗിക്കുകയും ആ പ്രചരണത്തിനും ഗൂഢാലോചനയ്ക്ക് ശേഷം നമ്പറുകൾ ഉപേക്ഷിക്കപ്പെട്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഹജ്ജ് പോലെയുള്ള സംഭവങ്ങൾ, സൗദി അറേബ്യയിൽ നടക്കുന്ന ഹജ്ജ് തീർത്ഥാടനത്തിലടക്കം ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിട്ടുണ്ട്. 1990-ന് ശേഷം അല്ലെങ്കിൽ 90 മുതൽ 2024 വരെ പരിശോധിച്ചാൽ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ 12ഓളം അപകടങ്ങൾ, ദുരന്തങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മരിച്ചു വീണത്. അതെല്ലാം ദൗർഭാഗ്യകരമായ
നിസ്സാരമായ അപകടങ്ങളായി ചിത്രീകരിക്കുകയും, പക്ഷേ കുംഭമേളയ്ക്കിടയിൽ ഇത്രയും 45 ദിവസത്തോളം നീണ്ടുനിന്ന കുംഭമേളയ്ക്കിടയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന സമയത്ത്, ഈ കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു തിക്കും തിരക്കും ഉണ്ടാവുകയും ആ തിക്കും തിരക്കിനിടയിൽപ്പെട്ട് 30ഓളം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തെ വലിയ രീതിയിൽ ഹിന്ദു മതത്തിനെതിരായും കുംഭമേളയ്ക്കെതിരായുമുള്ള പ്രചരണ വേലയ്ക്കായി ഉപയോഗിക്കുന്നു. അതിന് പിന്നിൽ ശക്തികളുണ്ടോ എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷിച്ചു വരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൊക്കിയെടുക്കും എന്ന് പറഞ്ഞത് യോഗി ആദിത്യനാഥ് ആണെങ്കിൽ അത് അർത്ഥമായിരിക്കും, അത് അന്വർത്ഥമായിരിക്കും. നന്ദി.